കേരളത്തിന് ഇതെന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഏത് ചാനൽ എടുത്ത് നോക്കിയാലും, സോഷ്യൽ മീഡിയ നോക്കിയാലും മതത്തെക്കുറിച്ചും മതവിദ്വേഷത്തെക്കുറിച്ചുള്ള ചർച്ചകൾ മാത്രം. ഒരാൾ മതവിദ്വേഷം പറയാ, അയാൾക്കെതിരെ കേസ് കൊടുക്കുക, എന്നിട്ട് അത് മാത്രം. ഇതിങ്ങനെ നമ്മളൊരു സാംസ്കാരികമായി വളരെയധികം അധപ്പതിച്ചു പോയിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഒരു അവസ്ഥ നമുക്ക് കേരളത്തിന് മുമ്പ് ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ ഓരോ മനുഷ്യരും അന്ന് മനുഷ്യരായിരുന്നു കണ്ടത്. പല വിശ്വാസികളാണെങ്കിൽ പോലും എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആൾ മറ്റൊരു മതക്കാരനാണെന്നായി നല്ല നമ്മൾ കണ്ടിരുന്നത്. അയാളൊരു മനുഷ്യനാണ്. എന്നെപ്പോലെ മാനസികമായ പ്രശ്നങ്ങളും ഒരു വൈകാരികമായ തലങ്ങളിൽ ചിന്തിക്കുന്ന ആളുകളും ആണെന്നുള്ള വിശ്വാസം നമുക്കുണ്ടായിരുന്നത്. അയാൾ ഹിന്ദു, അയാൾ മുസ്ലിം, അയാൾ ക്രിസ്ത്യൻ എന്നുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടായിരുന്നേ ഇല്ല. അങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ നമുക്ക് മതേതരത്വം പോലും വേണ്ടിയിരുന്നത്. കേരളത്തിൽ അങ്ങനെ മതേതരത്വം എന്ന വാക്കിന്റെ ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു സത്യം. ഉത്തരേന്ത്യയിലൊക്കെ പല സ്ഥലത്തും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. നമ്മൾ സാംസ്കാരികമായി തകർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഈ അവസരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇങ്ങനെ കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്ന് വെച്ചാൽ, പണ്ടും ഇവർ മതവിദ്വേഷികളും മതവിരോധികളും വർഗീയവാദികളും ഒക്കെ പണ്ടും ഉണ്ടായിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചത്? അവർ ഇഗ്നോർ ചെയ്യപ്പെട്ടു, അവർ അവഗണിക്കപ്പെട്ടിരുന്നു. സോഷ്യൽ മീഡിയയിലോ അതുപോലെ തന്നെ ചാനലുകളിലോ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിലൊന്നും അവർ വന്നിരുന്ന അഭിപ്രായങ്ങൾ പരിഗണിക്കപ്പെട്ടിരുന്നില്ല. ഇന്നെന്താ വെച്ചാൽ ഇവർ നേതൃസ്ഥാനങ്ങളിലേക്ക് വന്നു. മത നേതാക്കളെ നോക്കിയാലും, നമ്മൾ രാഷ്ട്രീയ നേതാക്കളെ നോക്കിയാലും, സാംസ്കാരിക നേതാക്കളെ നോക്കിയാലും, മറ്റ് എല്ലാ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉയർന്ന സ്ഥലത്തിൽ ഇരിക്കുന്നവർ പോലും അങ്ങനത്തെ ആളുകളായി മാറി. അതാണ് നമ്മളുടെ പ്രശ്നം. സ്വാഭാവികമായും അവർക്കൊന്നും പറയാനില്ല. അവർക്ക് സ്നേഹത്തെക്കുറിച്ചോ മനുഷ്യന്റെ അവസ്ഥകളെ കുറിച്ചൊന്നും പറയാനില്ല. അവർക്ക് ആകെ പറയാനുള്ളത് എന്താണ്? അവർക്ക് മതവിദ്വേഷം പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിക്കുക, എന്നിട്ട് അവരുടെ സ്ഥാനം ഉറപ്പിക്കുക. ഇത് മാത്രമാണ് ഇവിടുത്തെ പ്രശ്നം. നമ്മൾ കീഴ്മേൽ മറിഞ്ഞുപോയി. അന്നും ഈ മനുഷ്യരുണ്ടായിരുന്നു, ഇന്നും നല്ലവരുണ്ട്, ഇന്നും മതവിദ്വേഷികൾ മാത്രമല്ല. പക്ഷെ അവർ നേതൃസ്ഥാനങ്ങളിൽ വരുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാന പ്രശ്നം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കൂ, ശ്രീനാരായണ ഗുരു ഇരുന്ന കസേരയിൽ നിന്ന് ആരാ ഇരിക്കുന്നത്? നെഹ്റുവും പട്ടേലും അതുപോലെ തന്നെ EMS നായനാരും ഉമ്മൻചാണ്ടിയും മുണ്ടശ്ശേരിയൊക്കെ ഇരുന്ന സ്ഥലത്ത് നിന്ന് ആരാ ഇരിക്കുന്നു ആലോചിച്ചു. വളരെ മാറ്റം വന്നു നമ്മൾ ഈ കേരളത്തിൽ. ഈ ഒരവസ്ഥ നമുക്ക് കീഴ്മേൽ മറിഞ്ഞുപോയി അവസ്ഥ നമ്മൾ തിരിച്ച് മറിച്ചിടാതെ നമുക്ക് രക്ഷയില്ല. നമ്മൾ രക്ഷപ്പെട്ടേ പറ്റൂ. എല്ലാവരും പരിശ്രമിച്ചേ പറ്റൂ. മനുഷ്യരെന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ ഓരോ മതക്കാരായി മാറുന്നത് നമ്മൾ കരുതലോടെ കൂടെ വേണം കരുതാൻ. ഇത് ആസൂത്രിതമായി പലരും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. ഇതിന് മാറ്റം വരുത്തി വരും. ഫിലോസഫർ മസ്റ്റ് ബി ദി കിങ് എന്നുള്ള സ്ഥാനത്ത് ഡോൺ മസ്റ്റ് ബി ദി കിങ് എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഇനിയും നമുക്ക് വൈകിക്കൂടാ. നമ്മൾ ഇടപെട്ടേ പറ്റൂ. ഓക്കെ.